ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ഒരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്ന് മെയ് 17, നാളെ 18. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും ദുആ വേണം. മഖ്ബൂലും മബ്റൂറായ ഹജ്ജിന് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഗുഡ് ന്യൂസ് എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ നാട്ടിലെ ഒരു ഗ്രൂപ്പ് വഴിയാണ് പോകുന്നത്. ഞാനും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും കൂടിയാണ് പോകുന്നത്. നാട്ടിലെ തൃക്കരിപ്പൂരിലെ ഖിദ്മ ഗ്രൂപ്പാണ്. ഖിദ്മ സഹാറ ഗ്രൂപ്പാണ്. ദുബായിൽ നിന്നാണ് ഫ്ലൈറ്റ്. ദുബായിൽ നിന്ന് നേരെ മദീന പോവാണ്. അപ്പോൾ നാട്ടിലെ ഗ്രൂപ്പ് നേരെ മദീനയിൽ വരും. അവിടെ നിന്ന് ജോയിൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിൻ്റെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇത് നല്ല ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ കാറ്റഗറി എ ഗ്രൂപ്പാണ്. അപ്പോൾ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധാ ഒരു 15-20 kg കൊള്ളുന്ന ഒരു ട്രോളി ഉണ്ട്. ഗ്രൂപ്പിൽ നിന്ന് അവർ തന്നതാണ്. പിന്നെ ഒരു ബാഗ് ഉണ്ട്. മീനയിൽ പോകുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബാഗ്. പിന്നെ ഒരു സൈഡ് ബാഗ് ഉണ്ട്, നമ്മുടെ പാസ്പോർട്ടും ഡോക്യുമെൻറ്റ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെരുപ്പിടാനുള്ള ഒരു ബാഗ്. ഈ 4 ആണ് അവിടെ നിന്ന് തന്നിരിക്കുന്നത്. പിന്നെ ഒരു ഹജ്ജ് ഡയറി, ഒരു ബുക്ക്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ബുക്ക്. ഇത്ര കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ പ്ലസ് ഞാനൊരു ചെറിയ ഒരു 7 kg ഒരു ട്രോളി ബാഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ബാഗ് അതിൻ്റെ അകത്ത് ഇടേണ്ടി വരും. അങ്ങനെ, കാരണം ബാഗ് നിർബന്ധമാണ് മീനയിൽ പോകുന്ന പർപ്പസിന് വേണ്ടിയിട്ട്. എനിക്ക് 25 kg ഒരു 7 kg അങ്ങനെയാണ് വരുന്നത്. അപ്പം ഏതായാലും ഇനി പാക്കിംഗ് വീഡിയോ കാണാം. ഇതാണ് ട്രോളി ബാഗ്. ഇതിലിപ്പം ഞാൻ പോകുന്നത് 15 ദിവസത്തേക്കാണ്. അപ്പം നമ്മൾ അതിന് ആവശ്യമായ സാധനങ്ങളാണ് എടുക്കുന്നത്. ഇതിലിപ്പം അബായ 1, 2, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ അലക്കുകയും ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പോൾ ഇതിൽ 4 അബായ പ്ലസ് ഞാനൊന്ന് ഇട്ട് പോകുന്ന അബായ, അങ്ങനെ 5 അബായ എടുക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സ് നല്ല കോട്ടൺ, നല്ല ചൂടാണ് അവിടെ, അതുകൊണ്ട് കോട്ടൺ ഡ്രസ്സിന് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിൽ 2 സെറ്റുണ്ട്. ഇതിൽ 2 സെറ്റുണ്ട്. ഇതിൽ 2 ഉണ്ട്. ഇതിൽ ഒരെണ്ണമുണ്ട്. 7 പ്ലസ് ഒരെണ്ണം ഇട്ട് പോകുന്ന ഒരെണ്ണം. അങ്ങനെ ഇപ്പോൾ നൈറ്റ് ഡ്രസ്സ് ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ വെക്കുകയാണ്. അടുക്കി വെക്കുന്നത് ഞാൻ പിന്നെ വെക്കും. തൽക്കാലം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് വെക്കുകയാണ്. ഇതിലിപ്പോൾ 4 നൈറ്റ് ഡ്രസ്സ് വരുന്നുണ്ട്. പിന്നെ
ഒരെണ്ണം ഒരു ഹിജാബാണ്, ബ്ലാക്ക് ഹിജാബാണ്. പക്ഷേ ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന്, അത് പറയാൻ പറ്റുമോ, ഗ്രൂപ്പിൽ നിന്ന് 2 ഹിജാബ് തന്നിട്ടുണ്ട്. അവർക്ക് ഡ്രസ് കോഡുണ്ട്, മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിന് 2 ഹിജാബ് തന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം വേണമെങ്കിലെന്ന് വെച്ചിട്ട് ഒരു ഹിജാബ് വെക്കുന്നതാണ്. ഇതാണ്, ഇത് ബാക്ക് ബാഗാണ്, പക്ഷെ ചെരുപ്പിടുന്ന ബാക്ക് ബാഗാണ്. ഇതിലിപ്പം ഒരു ചെരുപ്പ്, ഇതാണ് കേട്ടോ ചെരുപ്പ്. ഇത് മടക്കുന്ന ചെരുപ്പാണ്, ഇങ്ങനെ മടക്കാൻ പറ്റും, ഇങ്ങനെ മിഡിലിൽ ഇങ്ങനെ മടക്കാൻ പറ്റുന്ന ചെരുപ്പാണ്. ഇവിടെ ഒരു ഉണ്ട്. അപ്പം ഇങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ 2 സിമ്പിൾ ചെരുപ്പ്, വെയിറ്റൊന്നും ഇല്ലാതെ ഇവിടെ 2 ചെരുപ്പ് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടവലുണ്ട്. പിന്നെ വരുന്നത് ഒരു അംബ്രല്ല, ഒരു കുട, പിന്നെ അവിടെ ആറിയിടാൻ വേണ്ടിയിട്ട് ഒരു കയറ്, പിന്നെ ഇത് ഡ്രസ്സൊക്കെ തൂക്കിയിടാനുള്ള ക്ലിപ്പ്. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ വെക്കുകയാണ്. പിന്നെ ഇത് വരുന്നത് നല്ല ഉപകാരമുള്ളതാണ്. നമുക്ക് എല്ലായിടത്തും അങ്ങനെ ടോയ്ലറ്റൊക്കെ സൗകര്യം കിട്ടണമെന്നില്ല, എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ. അപ്പം ടോയ്ലറ്റിൽ ഇങ്ങനെ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റാണ് ഇത്. നല്ല ഉപകാരമുള്ളതാണ്. ട്രാവൽ ഡിസ്പോസിബിൾ ടോയ്ലറ്റ് സീറ്റ് കവർ. പിന്നെ പറഞ്ഞല്ലോ നല്ല ചൂടാണ്. ഇതൊരു ഫാന്, ഹാറ്റ് പോലെ നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം വിത്ത് ഫാൻ. അറിയില്ല ഇത് ഉപയോഗിക്കാനുള്ള എങ്ങനെയാണെന്ന് അറിയില്ല, എടുക്കുകയാണിത്. പിന്നെ വരുന്നത് ടിഷ്യൂസ്. ഇതിന് ഒരു ടിഷ്യൂ ഞാൻ ഹാൻഡ് ബാഗിൽ വെച്ചിട്ടുണ്ട്. അതുപോലത്തെ 2 ഉണ്ട്, വെറ്റ് ടിഷ്യൂ ആണ്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ആവശ്യമാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ മുഴുതലിപ്പയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെഡ്ഷീറ്റ്. പിന്നെ വരുന്നത് അണ്ടർ സ്കേർട്ടും ലെഗിൻസും അങ്ങനെയുള്ളതാണ്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് കാഷ്യൂസും കടലപ്പരിപ്പും വറുത്തതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ ഒരു കുഞ്ഞ് അയൺ ബോക്സാണ്, ആവശ്യമാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ചെറുതാണ്, അതുകൊണ്ട് എടുത്തതാണ്. പിന്നെ വരുന്നത് ഇത് ഷാമ്പൂ ഉണ്ട്, ഓയിലുണ്ട്, വാഷിംഗ് സോപ്പുണ്ട്, പിന്നെ ഡിറ്റർജൻറ്റ് പൗഡർ. ഇതിൽ സോക്സ്, സ്ലീവ്സ്, ഹെഡ് ക്യാപ്പ് ഇങ്ങനെയുള്ളത്. ഇതൊക്കെ അടുക്കി വെക്കണം കേട്ടോ. പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെക്കുകയാണ്. എല്ലാം അടുക്കി വെച്ചിട്ട് ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാം. പിന്നെ വരുന്നത് ഇന്നേഴ്സൊക്കെ. പിന്നെ ഇതിൽ കോമ്പും പിന്നെ ഒരു സിസേഴ്സ്, സൈ കഴിഞ്ഞിട്ട് മുടി വെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസേഴ്സ്, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒരു നൈഫ്. ഇതിലിട്ടിരിക്കുന്നത് മോയ്സ്ചറൈസർ,
സൺസ്ക്രീൻ 2 വേണം. നല്ല ചൂടുള്ളതല്ലേ. ചൂടൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. ഹാൻഡ് ക്രീം, ലിപ് ബാം, ഒരു കുഞ്ഞു ഊതി, പിൻസ്, സേഫ്റ്റി പിന്ന്, ലിപ്സൊക്കെ. ഇത്രയും സാധനങ്ങൾ. പിന്നെ ഇതിൽ വരുന്നത് ആവശ്യമാണെങ്കിൽ ഒരു കുഞ്ഞു ഫാൻ എടുത്തിട്ടുണ്ട്. ഇത് കയ്യിലുണ്ടായത് കൊണ്ട് എടുത്തതാണ്. അതിൻ്റെ ചാർജർ, പിന്നെ മൊബൈൽ ചാർജർ, അഡാപ്റ്റർ, പവർ ബാങ്ക് ഒക്കെ ഇതില്ല. പിന്നെ ഇതിൽ വരുന്നത് പേസ്റ്റ്, സോപ്പ്, പിന്നെ ബ്രഷ്, നെയിൽ കട്ടറുണ്ട്, ഷേവിങ്, പിന്നെ 3 ഹാങ്ങേഴ്സ് ഉണ്ട്. ഇതിൽ ഗ്ലാസ് ഉണ്ട്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അത്യാവശ്യം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സൺഗ്ലാസും കൂടി എടുക്കുന്നുണ്ട്. അത് ഹാൻഡ് ബാഗിൽ വെക്കും. ഇത് മെഡിക്കലാണ്. ഇതിലിപ്പം വരുന്നത് ഫെമിലോട്ട് വേണമെങ്കിൽ എടുക്കാം. പിന്നെ കോട്ടൺ ഉണ്ട്, ബാൻഡേഡ് ഉണ്ട്. പിന്നെ എനിക്ക് ബാക്ക് പെയിനും ലെഗ് പെയിനൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ഓയിൻമെൻറ്റ്സ്, പിന്നെ ആങ്കിൾ പെയിൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ബാൻഡേഡ് ഉണ്ട്. പിന്നെ കപ്പുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് കപ്പുണ്ട്. പിന്നെ പാഡ്സ് അങ്ങനെ എടുത്തിട്ടുണ്ട്. 2 കവർ എക്സ്ട്രാ വെക്കുന്നുണ്ട്. അവിടെ ഇപ്പം മാറ്റിയ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി അങ്ങനെയൊക്കെ. പിന്നെ എടുക്കുന്നത് ബാത്റൂമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു ഹോട്ട് ബാഗ് എടുക്കുന്നുണ്ട്. ചൂടുവെള്ളം നിറച്ച് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെടുക്കുന്നത്. പിന്നെ കഫൊക്കെ വരുന്നതാണ് അവിടെ എല്ലാവർക്കും. അതുകൊണ്ട് ഇത്തിരി തേനും കുരുമുളകും അങ്ങനെ എടുക്കും. പിന്നെ എടുക്കേണ്ടത് ക്യാഷാണ്. റിയാൽ, കുറച്ച് റിയാൽ എടുക്കാം. പിന്നെ ത്രെഡും നീഡിലും എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിങ്ക് എടുക്കാൻ കാരണം നമ്മുടെ ഹിജാബ് പിങ്കാണ്, ഈ കളർ ആണ്, അതുകൊണ്ടാണ് പിങ്ക് എടുത്തിരിക്കുന്നത്. ഹെഡ്ഫോണ് ആവശ്യമാണെങ്കിൽ. പിന്നെ ഷൂസ്, ഇത് ഞാൻ ഇട്ട് പോകുന്നതാണ്. ORS, പിന്നെ നോഡിയം, ഇത് ഡയറിയൊക്കെ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ആവശ്യമാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഹജ്ജിൻ്റെ അവർ തന്നിരിക്കുന്ന ബുക്ക്. ഒരു ബുക്ക് ഇതാണ്. ഇതാണ് സൈഡ് ബാഗ്. ഇതിലിപ്പം ഇട്ടിരിക്കുന്നത് ഈ ബുക്ക്. ഇതാണ് 2ാമത്തെ ബുക്ക്, യാത്രാ ഡയറി. ഇതാണെങ്കിൽ 2014 എൻ്റെ ഉമ്മയും ഉപ്പയും ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പം ഞാനിത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ആ ബുക്കാണ്. ഈ ബാഗിൽ പിന്നെ വരുന്നത് പോക്കറ്റ് പ്രയർ മാറ്റാണ്. ഇത് ഒരു ട്രാവൽ മാറ്റാണ്.
പിന്നെ ഒരു ബുക്ക്, ഞാനൊരു ഡയറി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പെൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുഞ്ഞ് ഖുറാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കാനുണ്ട് ഇതിൽ. പാസ്പോർട്ട്, പിന്നെന്താ ടിക്കറ്റ്, വിസ, ഇൻഷുറൻസ്, പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഹെൽത്ത് കാർഡ്. അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഈ ബാഗും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ സൺഗ്ലാസ് വെച്ചിട്ടുണ്ട്, വെറ്റ് ടിഷ്യൂ വെച്ചിട്ടുണ്ട്, എൻ്റെ ഒരു പേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഡിസ്പോസിബിൾ ടോയ്ലറ്റ് ഷീറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ടിഷ്യൂ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഇത് എൻ്റേതാണ്, അല്ലാതെ കിട്ടിയതല്ല, ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതല്ല. അപ്പം ഇതിലും വലിയ ബോക്സിലായിട്ടാണ് എടുക്കുന്നത്. പിന്നെ ബാഗ് അവർ തന്നിട്ടുണ്ട്, മീനയുടെ ആവശ്യത്തിന് ബാഗ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റാക്കി എടുക്കാൻ പറ്റില്ല, ഇത് നമ്മൾ പെട്ടിൻ്റെ അകത്ത് വെക്കേണ്ടി വരും ഇവിടെ നിന്ന്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ വേറെന്താ എടുക്കുന്നത്, ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ദുആ വേണം. എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ദുആയും വേണം. മക്ബൂലും മബ്രൂറുമായ ഹജ്ജിന് വേണ്ടിയിട്ട് അല്ലാഹു തആല എൻ്റെ ഹജ്ജ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വിധി കൂട്ടട്ടെ. ഇൻഷാ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.